കുമ്മനം രാജശേഖരൻ പരിസ്ഥിതിയോട് ഇത്രമേൽ ചേർന്നു നിന്ന ഒരു മഹാനായ മനുഷ്യൻ വിടവാങ്ങുകയാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ നാമധേയം കേരളീയർക്ക്, മലയാളികൾക്ക് മറക്കാനാവില്ല. കാരണം ഭാവിയിൽ കേരളത്തിനുണ്ടാകാൻ പോകുന്ന വൻ ദുരന്തത്തെക്കുറിച്ച് എന്നും മുന്നറിയിപ്പ് നൽകുകയും ഭീഷണികളും വെല്ലുവിളികളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ സംഘർഷാത്മകമായ മനസ്സോടും അസ്വസ്ഥതയോടും കൂടി കഴിഞ്ഞിരുന്ന ഒരു മഹാത്മാവ്, കേരളത്തെ ഒട്ടേറെ സ്നേഹിച്ച ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയ്ക്ക് ഗാഡ്ഗിലിന്റെ നാമധേയം ചരിത്രത്തിൽ രേഖപ്പെടുത്തും. പരിസ്ഥിതിയുടെ മറുവാക്കായിരുന്നു ഗാഡ്ഗിൽ. മറ്റൊരു കാര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അദ്ദേഹവുമായി ദീർഘനേരം കേരളത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നീറിപ്പൊഴിഞ്ഞ് കൊണ്ടിരുന്ന ഒരേ ഒരു വ്യഥ, ഒരു മനോദുഃഖം കേരളത്തിന്റെ അവസ്ഥയെക്കുറിച്ചായി. സഖ്യ പർവ്വത നിരകൾ ഇടിഞ്ഞു വീഴുന്നു, കാടുകൾ അന്യാധീനപ്പെടുന്നു, പുഴകളും കുന്നുകളും നശിക്കുന്നു, കേരളത്തിലെ നദികൾ വറ്റി വരളുന്നു. ഇതേക്കുറിച്ച് മാത്രമാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ച മണിക്കൂറുകൾ ഇന്നും മനസ്സിൽ ആ ഓർമ്മകൾ ഇരമ്പുകയാണ്. അദ്ദേഹം ആറന്മുള വിമാനത്താവളത്തിനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുത്തു. അന്നും പ്രായാധിക്യം കൊണ്ടുണ്ടായിരുന്ന ശാരീരിക അവശതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ആറന്മുളയിൽ മണിക്കൂറുകളോളം ചെലവഴിച്ചു. അന്ന് അദ്ദേഹം നേരെ പോയത് ഒരു കുന്ന് വെട്ടിക്കീറി മുറിച്ച് നശിപ്പിക്കുന്ന കാഴ്ച, ആ ഒരു ദുരന്ത മേഖല അദ്ദേഹം സന്ദർശിക്കുകയായിരുന്നു, റാന്നിക്കടുത്ത്. അന്ന് അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ ഉടനീളം പലയിടങ്ങളിലും യാത്ര ചെയ്തു. അന്നും അദ്ദേഹത്തെ വേദനിപ്പിച്ച ഒരു കാഴ്ചയുണ്ട്. അദ്ദേഹം പോയ വഴികളെല്ലാം കരിങ്കൊടികൾ കണ്ടു. അന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരിദിനമായിട്ടാണ് ആചരിച്ചത്. അദ്ദേഹത്തെ ആ രീതിയിൽ വരവേറ്റത് വളരെ ദുഃഖത്തോടുകൂടി അദ്ദേഹം പലപ്പോഴും ഓർത്തിരുന്നു. ആറന്മുളയിലെത്തി ഏതാണ്ട് 1000കണക്കിന് ഏക്കർ വരുന്ന പാടശേഖരങ്ങൾ മണ്ണിട്ട് നികത്തുന്ന അദ്ദേഹം നോക്കി നിന്ന് കണ്ടു. വളരെ ദുഃഖാർത്ഥനായി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ആ പാടശേഖരങ്ങളിലേക്ക് അദ്ദേഹം മണിക്കൂറുകളോളം നിശബ്ദനായി നോക്കി നിൽക്കുന്നത് കാണാമായിരുന്നു. പമ്പാ നദിയുടെ തീരത്ത് എത്തി അദ്ദേഹം പമ്പ വറ്റിക്കൊണ്ടിരിക്കുന്നല്ലോ, ഇതെന്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന കാഴ്ച വളരെ ഹൃദയഭേദകമായിരുന്നു. അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും ഓർത്തെടുക്കാനുണ്ട്. കേരളത്തെ എന്നും സ്നേഹിച്ച, കേരളീയർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച ആ മഹാത്മാവ് നമ്മെ വിട്ടുപിരിയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നിശബ്ദനായി കണ്ണീർ വാർക്കാൻ മാത്രമേ കഴിയൂ. അദ്ദേഹം തുടങ്ങി വെച്ച ഒട്ടേറെ സംരംഭങ്ങളുണ്ട്. അദ്ദേഹം നമുക്ക് കാട്ടിത്തന്ന വഴിയുണ്ട്. അതിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അദ്ദേഹത്തിന്റെ പാദമുദ്രകളിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എന്തെല്ലാം ആണോ മനസ്സിൽ കണ്ടിരുന്ന ഭാവി കേരളം, അത് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക മാത്രമാണ് അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്മാരകം, ആദരാഞ്ജലി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ കുമ്മനം രാജശേഖരൻ, ഈ ആറന്മുള വിമാനത്താവളത്തിനെതിരായ സമരത്തിലേക്ക് അദ്ദേഹം വന്നതെങ്ങനെയാണ്? അദ്ദേഹത്തെ പോലൊരാൾ അങ്ങനെ ഒരു സമരത്തിൽ പങ്കെടുക്കണമെങ്കിൽ ആ സമരത്തിന് എത്രമാത്രം ശരിയുണ്ടെന്ന് ബോധ്യപ്പെടണമല്ലോ. അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പേരിൽ അറിയപ്പെടുന്ന, ഈ കേരളത്തിൽ മാത്രമല്ല സഖ്യ സാനുക്കൾ ഏതാണ്ട് 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സഖ്യപർവ്വതത്തിന്റെ എല്ലാ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വൻ ദുരന്തത്തെ മുന്നിൽ കണ്ട് അത് തടയണം എന്ന ആഗ്രഹത്തോടു കൂടി നീണ്ട നാളുകളോളം നിരവധി പാരിസ്ഥിതിക ശാസ്ത്രജ്ഞന്മാരും പരിസ്ഥിതി പ്രവർത്തകരും എല്ലാം അടങ്ങുന്ന സമിതിയെ നയിച്ചുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. പരിസ്ഥിതിയെ ഇന്ന് ഭാരതത്തിൽ സ്നേഹിക്കുന്ന, അതായത് ബഹുഗുണ കഴിഞ്ഞാൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം കൊടുത്ത ആ ബഹുഗുണ അദ്ദേഹത്തോടൊപ്പം തന്നെ ഭാരതത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു നാമധേയമായി ഗാഡ്ഗിൽ. അന്ന് ഞങ്ങൾ സമരം നടന്നപ്പോൾ സുഗതകുമാരി ചേച്ചി വളരെ വ്യക്തമായി പറഞ്ഞു, ഗാഡ്ഗിലിനെ കൊണ്ടുവരണം.
ഇതെല്ലാം കാണിക്കണം. അങ്ങനെയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചു. നിമിഷമാത്രയിൽ അദ്ദേഹം സമ്മതം നൽകി. അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹത്തെ പോലൊരാൾ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതോടുകൂടി ഒരു ദേശീയ തലത്തിൽ അതിന് ഒരു മാനം കൈവരിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചതും അദ്ദേഹം വന്നതും. അദ്ദേഹം എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ചു. അദ്ദേഹം വളരെ പെട്ടെന്ന് വന്നിട്ട് പോകാം എന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം സമരം ചെയ്ത് പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരുന്ന എല്ലാവരോടും കാര്യങ്ങളെല്ലാം തിരക്കി കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം വളരെ ശക്തമായി പ്രതികരിക്കുകയാണ് ഉണ്ടായത്. സമരത്തെ ഒരു ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ സന്ദർശനം ഉതകി. അന്നും സുഗതകുമാരി ചേച്ചി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ഒരു മനുഷ്യ സ്നേഹിക്ക് മാത്രമേ പ്രകൃതി എന്താണെന്ന് അറിയാൻ കഴിയൂ, അല്ലാതെ മരത്തെ സ്നേഹിക്കുന്നവർ മാത്രമല്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നോക്കിക്കാണാൻ വിശാല ഹൃദയമുള്ള ഒരാള് മാത്രമേ പ്രകൃതിയോടൊത്ത് ഇണങ്ങി ജീവിക്കാൻ കഴിയും. അങ്ങനെ പ്രകൃതിയും താനും രണ്ടല്ല എന്ന് കരുതുന്ന ഒരു വ്യക്തിത്വമാണ് ഗാഡ്ഗിൽ എന്ന് സുഗതകുമാരി ചേച്ചി പറഞ്ഞത് എപ്പോഴും ഓർക്കുന്നു. നന്ദി ശ്രീ കുമ്മനം രാജശേഖരൻ. വളരെ വൈകാരികമായാണ് അങ്ങ് മാധവ് ഗാഡ്ഗിലിനെ ഓർത്തെടുത്തത്.